തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും മന്ത്രി ശിവകുമാറിന്റെ പേരിലാണ് ഞങ്ങൾ ഒപ്പിച്ചിട്ടെടുത്തത്. തുടർന്ന് പരിചയമുള്ള മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരനെ കൊണ്ട് മരുന്നുകൾ എഴുതിച്ചു. അപകടത്തിൽ പരിക്കേറ്റയാൾക്കെന്ന വ്യാജേന ആന്റിബയോട്ടിക് അടക്കമുള്ള മരുന്നുകളും 3 പ്ലാസ്റ്ററുകളുമാണ് എഴുതിയത്. അത് ഫാർമസിയിൽ എത്തിച്ചതോടെ 1000-ലധികം രൂപയുടെ മരുന്നുകളും പ്ലാസ്റ്ററും ലഭിച്ചു. കെ മുരളീധരൻ MLA പേരിലും OP കാർഡ് എടുത്ത് മരുന്നുകൾ വാങ്ങി. ഈ മരുന്നുകൾ യാതൊരു പരിശോധനകളും കൂടാതെയാണ് പുറത്തെത്തിച്ചത്. RCCയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ നൽകുന്ന വിലയേറിയ ക്യാൻസർ രക്ഷാ ഔഷധങ്ങൾ മുതൽ കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്നുവരെ ഇങ്ങനെ പുറത്തേക്ക് മരുന്ന് കടത്തുന്നുണ്ട്. മസാജിംഗ് സൗകര്യമുള്ള കട്ടിലിൽ കിടന്നാൽ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ മാറുമെന്ന് പ്രചരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നത് വീണ്ടും വ്യാപകമായതായും കാണാത്ത കേരളം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. തല സംബന്ധിച്ചിട്ടുള്ള പ്രോബ്ലം, കാതിന്, മൂക്കിന്, കണ്ണിന്, വായിന്, തൊണ്ടയിന്, തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ, വയറ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമുള്ളവർ, ഹാർട്ട് സംബന്ധിച്ചിട്ടുള്ള പ്രോബ്ലം, നടുവേദന, എല്ലാത്തിനും. നേരത്തെ ഇവർക്കെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പ്രയോജനമുണ്ടായിട്ടില്ല. തിരുവനന്തപുരം നഗരമധ്യത്തിൽ അട്ടക്കുളങ്ങരയ്ക്ക് സമീപവും ക്യാൻസർ മാറുമെന്ന് പ്രചരിപ്പിച്ച് കൊറിയൻ കിടക്കകളുടെ വിൽപ്പന പൊടിപൊടിക്കുന്നു. ആരോഗ്യരംഗത്തെ തട്ടിപ്പുകളുടെ വിശദാംശങ്ങൾ ഇന്നു രാത്രി 7:30 കാണാത്ത കേരളത്തിൽ. പ്രദീപ് സി നെടുമൺ, റിപ്പോർട്ടർ.